ഹലോ ഹൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിക്കെട്ടി പോകാൻ നിൽക്കുന്നത് എയർപോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലേക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ചാച്ചനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാറില്ല, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാറുള്ളത്. പിക്ക് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ചാച്ചൻ വരുന്നത് വെളുപ്പിനൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ചാച്ചൻ ഡയറക്റ്റ് വീട്ടിലേക്ക് വരുള്ളൂ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ഇവന്മാർ ഉറങ്ങാത്ത സമയമൊക്കെ ആയതുകൊണ്ട് ഏകദേശം നേരത്തെ എത്തേണ്ടതായിരുന്നു. പക്ഷേ 1 hour ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് 11 മണിക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം അനുസരിച്ചൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സാണ് എയർപോർട്ടിലേക്ക് ഉള്ളത്. 45 ഇല്ല, എന്നാലും കുറച്ച് നമ്മൾ പതിയല്ലേ പോവുള്ളൂ. അപ്പോൾ അതേ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, പപ്പേനെ കാണണത് ഉണ്ട്. അതേപോലെ തന്നെ പപ്പയുടെ പെട്ടിയിൽ നിന്ന് കൈപ്പറ്റാനായിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏതപ്പൻ ഉറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഉറങ്ങിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, അവൻ്റെ ആ ഒരു സാധനം പപ്പയുടെ കയ്യിലാണ്. അപ്പോൾ പപ്പ വന്നാലേ അതൊരു കിട്ടുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് എത്ര രാത്രിയായാലും ചെക്കൻ ചിലപ്പോൾ ഉണർന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ആൾ നല്ലോണം കിടന്നുറങ്ങി. ഞാൻ ഡോണുവിനെയാണ് പ്രതീക്ഷിച്ചത് ഉറങ്ങാണ്ടിരിക്കും എന്നൊക്കെ, പക്ഷേ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഏതപ്പൻ ഉണർന്നിരുന്നു, ഡോണു നല്ല ഉറങ്ങാണ് കേട്ടോ. അവൻ ഉറങ്ങണ സമയത്ത് തന്നെയാണ്, ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഡോണു ഉറങ്ങും. പക്ഷേ ഏതപ്പൻ 1 മണിയൊക്കെ ആവും, അവൻ്റെ ഉറക്കത്തിൻ്റെ സമയം 1 മണിയൊക്കെയാണ്. പിന്നെ ഇന്നിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഉറങ്ങുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഉറങ്ങിയില്ല. കാരണം പപ്പയുടെ കയ്യിലുള്ള പെട്ടിയാണ് ഏതപ്പൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ചാച്ചൻ സാധാരണ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ വരാറുള്ളതാണ്, പക്ഷേ ഇതൊരു 4 മാസത്തിന് ശേഷമാണ് വരുന്നത്. ലാസ്റ്റ് വന്നത് ക്രിസ്മസിനാണ്. അപ്പോൾ വിസ റിന്യൂ ചെയ്യുന്ന ആ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വരാനും കുറച്ച് താമസമായി. എന്തായാലും നമ്മളിതാ എയർപോർട്ടിലെത്തി. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ചാച്ചനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ചതിലും നല്ല കട്ട പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെത്തി ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത് തന്നെ. പിന്നെ ഇമിഗ്രേഷനും മറ്റേ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 1 hour, ഒരു 45 മിനിറ്റ്സ് 1 hourൻ്റെ അടുത്തായി നമ്മൾ പോസ്റ്റായിട്ട്. അപ്പോൾ ഡോണു ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്ന് തുടങ്ങിയായിരുന്നു. അപ്പോൾ കുറേ നേരം ഓടി നടന്നെങ്കിലും പിന്നെ ലാസ്റ്റായപ്പോൾ അമ്മമ്മയുടെ ഒക്കത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ചാച്ചൻ വരുമ്പോഴത്തേക്കും ചെക്കൻ ഉറങ്ങുമെന്ന്, പക്ഷേ ഉറങ്ങിയേ ഇല്ല കേട്ടോ. ഗൈസ്, അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൽ അങ്ങനെ വരാറില്ല കേട്ടോ, ഏതപ്പനോട് ഉണപ്പനൊന്നും. ഞാൻ അങ്ങോട്ട് പോകാറ് പതിവ്. ആദ്യമായിട്ട് അവർ എന്നെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താണ് അവരുടെ എക്സ്പ്രഷൻ നോക്കാൻ പോകും. ഏതപ്പനെ അവിടെ ഫുള്ള് നോക്കി നിൽക്കണ്ടാവും. കാരണം അവൻ്റെ ഒരു മെയിൻ സംഭവം ഇതിനകത്ത് കിടക്കുന്നുണ്ട്, വെട്ടി കിടക്കുന്നുണ്ട്, ഹെലികോപ്റ്റർ. അതുകൊണ്ട് ഫുള്ള് വെയിറ്റിംഗ് ആയിരിക്കും. ഉറക്കം വന്ന് തൂങ്ങി നിൽക്കുക, പക്ഷെ ഉറങ്ങിയില്ല. ഹായ് ബ്രോ. അപ്പോൾ നമ്മളിനി ഏതപ്പൻ്റെ ഡോണപ്പൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി പോവാണ്. അമ്മയുടെ എക്സ്പ്രഷൻ ഞാൻ പിന്നെ കാണിക്കാം. ഓക്കെ, അമ്മ പുറത്തേക്കുണ്ട് അവിടെ. കാണാനില്ല, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടാ. നീ ചെല്ലേ. അമ്മ കുഴപ്പമില്ല. ഡോണു അന്നം വിട്ട് നിൽക്കാം. ഡോണു ഉറപ്പിച്ച That's in it.
ഉള്ളിൽ പപ്പനെ വിളിക്കില്ല അപ്പോൾ ഇന്ന് പപ്പനെ ഡോണിയുടെ ഡോണു ഹെലികോപ്റ്ററാണ് ബാപ്പ വേറെ ഹെലികോപ്റ്റർ വന്നേക്കണേ കിടില ഹെലികോപ്റ്റർ. നിങ്ങൾ വിചാരിക്കുന്ന ഡോണിന് എടുക്കത്തില്ല. ഡോണ് നല്ല ഉറക്കത്തിൽ എണീച്ചിട്ട് ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല. ഇനിയിപ്പോൾ അവൻ്റെ ഉറക്കക്ഷീണൊക്കെ മാറുമ്പോഴായിരിക്കും അവൻ പപ്പനാണ് നമ്മൾ. ഡോണോ ഏതോ ലോകത്താശാനിരിക്കുന്നു. ഗൈസ് ഹെലികോപ്റ്റർ നാളെ പൊട്ടിക്കാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അതിപ്പാ നാളെ പോരെ? ഹെലികോപ്റ്റർ കിട്ടാനുള്ള എന്താ സ്നേഹപ്രകടനം അറിയാമോ? കിട്ടിക്കഴിയുമ്പോഴുള്ളത് നോക്കണം. കഴിയുമില്ലേ പപ്പനെ വേണ്ട. ഹെലികോപ്റ്റർ കിട്ടിയ പപ്പനെ വേണ്ടല്ലോ. എത്ര വീഡിയോ കോൾ ചെയ്താലും പപ്പനെ പറഞ്ഞിട്ടുണ്ട് പപ്പനെ വേണ്ടെന്ന് പറയരുത്. അതവിടെ ഏതെങ്കിലും കലിപ്പായിരിക്കും അടുത്ത്. അന്നേരം എന്റെ പൊന്നു പാവ എയർപോർട്ടിൽ കൊറേ നേരം നിക്കണു. ഫ്ലൈറ്റ് ഓൾറെഡി 1 മണിക്കൂർ ഡിലേ. കൊറേ നേരം വന്നിങ്ങനെ നിക്കണില്ല. ഉറക്കം ഇങ്ങനെ നിന്നില്ല കൊറേ നേരം നിന്നു. എന്റെ മോന്റെ കാല് നിന്നിട്ട് കൈസ് അങ്ങനെ റൂമെത്തി ചെക്ക വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. നല്ല ഉറക്കത്തിലാ. നേരം വെളുക്കുമ്പോൾ ഹെലികോപ്റ്റർ വെച്ച് വരാമോ? ഡോണ് നേരത്തെ ഉറങ്ങിട്ടോ. ഇനി ഞാൻ എൻ്റെ പതിവ് കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. കുളി കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കലൊക്കെ ഉള്ളു. ഇനി കുളി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുള്ള കുളിയൊക്കെ ഉള്ളു. ചോറ് ഒത്തിരി ചോറ്. വാവ് താറാബ്. ഇത് മതി. ചോറ് വെള്ളം ചീത്തി ഉണക്കും. ചോറ് ഞാൻ കുറച്ചെടുക്കാറുള്ളൂ. വലിയ വെച്ചില്ല രാത്രി അധികം ചോറ് കഴിക്കാൻ പാടില്ല. പ്രശ്നം ഗ്യാസ്. ഒട്ടും ചോറില്ല പ്ലേറ്റില്. ചോറ് കുറച്ചെടുത്തുള്ളൂ. വലിയ പ്ലേറ്റ് വേണോ? വട്ടക വേണോ? കുറച്ച് താറാവ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിക്കണമെന്ന് ഞാൻ കാണിക്കില്ല. നമുക്ക് കണ്ണു വയ്ക്കാം. അതുകൊണ്ട് സോറി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേറെ ഞാൻ പറയാനത് ഇല്ല. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ പെറ്റുതുറക്കൽ വീഡിയോ ഉണ്ടാവും. ഈസ്റ്റർ, അസവ്യാഴം, ദുഃഖവെള്ളി, പല കാര്യങ്ങളും വരാൻ കിടക്കുന്നു. അതുവരേക്കും ബൈ.